Hello viewers, welcome back to Logic Programming. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വാട്സപ്പ് മെസ്സേജസ് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളും നഷ്ടപ്പെടാതെ നമുക്കൊരു ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കാം. അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് ആ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ ഏത് ഗ്രൂപ്പാണോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ആണോ നമുക്ക് ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിന് റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതിൽ ലാസ്റ്റ് ഓപ്ഷൻ 6th ഓപ്ഷൻ ആയിട്ടുള്ള മോർ എന്നുള്ളത് കാണാം, അത് സെലക്ട് ചെയ്യാം. ഇനി എക്സ്പോർട്ട് ചാറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെൻഡിങ് ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പ് വഴിയാണ് സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. ഇനി ഏത് കോണ്ടാക്റ്റിലേക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ കോണ്ടാക്റ്റിലേക്ക് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് സെലക്ട് ചെയ്തു. ഇനി സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് സെൻഡ് ആയിട്ടുള്ളത്. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു വേർഡിലാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. അപ്പോൾ വേർഡ് ജസ്റ്റ് വൺസ് എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് കാണാം. ഡേറ്റ്, ടൈം, മെസ്സേജ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൊബൈൽ വ്യൂവിൽ കാണുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ മൊബൈൽ വ്യൂ സെലക്ട് ചെയ്യാം. ഇനി സൈഡിൽ 3 ഡോട്ട്സ് കാണാം, റൈറ്റ് സൈഡിലായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സെൻഡ് എ കോപ്പി, സേവ് ആസ്, പ്രിൻ്റ്, സെറ്റിങ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. നമ്മളിപ്പോൾ സേവ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സേവ് കൊടുക്കുക. ഇനി അഗെയിൻ സേവിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഡിവൈസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡിവൈസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം SD കാർഡിലാണ് ഇപ്പോൾ സേവ് ആകുന്നത്. അപ്പോൾ SD കാർഡ് സെലക്ട് ചെയ്തിട്ട് നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ നെയിമിൽ തന്നെയാണ് ആക്കുന്നത്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് സേവായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റായിട്ട് എങ്ങനെയാണ് മെസ്സേജുകൾ സേവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വാട്സപ്പിൻ്റെ നമ്മൾ ഡോക്യുമെൻ്റായിട്ട് വെച്ചിട്ടുള്ളതിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് അറിയാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് വേർഡ് തുറക്കുക. വേർഡ് ഓപ്പൺ ചെയ്തിട്ട് മൊബൈൽ വ്യൂ എടുക്കുക. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ലാസ്റ്റത്തെ കുറച്ച് മെസ്സേജാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് അതുപോലെ തന്നെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ വേർഡിൽ നിന്നും അതൊരിക്കലും ഡിലീറ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രൂപ്പുകളിലായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള എന്ത് ഡോക്യുമെൻറ്റ് നമുക്ക് ഇങ്ങനെ വാട്സപ്പിലുള്ള എന്ത് മെസ്സേജുകളും നമുക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റായിട്ട് നമുക്കിങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമുക്കതിലുള്ള ഡാറ്റകളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതിൽ ഡേറ്റുകളും മെസ്സേജും ടൈമും ഒക്കെ വളരെ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സക്സസ് ആവുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. സക്സസ് ആവുക എന്നുള്ളത് 100% ഷുവറാണ്. നിങ്ങൾക്ക്
വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.